പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരത്ഭുത പള്ളിയിലാണ്. അച്ഛൻ നിൽക്കുന്നത് ഒരത്ഭുത അൾത്താരയിലാണ്. 1498 സ്ഥാപിതമായ ഒരു ദേവാലയമാണ്. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിലെ റോമൻ കത്തോലിക്ക ചരിത്രത്തിന് വലിയൊരു ആരംഭം കുറിച്ച അൾത്താരയിലാണ് നമ്മൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കുറിച്ചല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കർത്താവാണ് നമ്മുടെ രക്ഷകൻ. ഏത് സങ്കടക്കടലിലാണെങ്കിലും, ഏത് നാരകീയ സാത്താൻ പൈശാചിക ബന്ധനങ്ങളിലാണെങ്കിലും, കടങ്ങളും കുടുംബ തകർച്ചകളും ഭയങ്ങളും വിഷാദങ്ങളും നമ്മളെ നിരാശപ്പെടുത്തുകയും കടലിലെ ആഴങ്ങളിലേക്ക് വീണു പോകുന്നത് പോലുള്ള അവസ്ഥകളിലാണെങ്കിലും ഉണ്ണിയേശുവേ എന്നൊറ്റ വിളിമതി കർത്താവിൻ്റെ രക്ഷ നമ്മുടെ ഭവനങ്ങളിലേക്ക് വരാൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ പ്രത്യേകം അനുഗ്രഹിക്കപ്പെടുക. നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലുള്ള ഇരുട്ട്, തകർച്ചകൾ, കടങ്ങൾ, രോഗങ്ങൾ, അസ്വസ്ഥതകൾ, കലഹങ്ങൾ, ആത്മഹത്യ ചിന്തകൾ, ആത്മഹത്യ പ്രേരണകൾ, നിങ്ങളുടെ മേലുള്ള ശത്രുദോഷങ്ങൾ, നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ശത്രുക്കൾ, നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നവർ, നിങ്ങളെ കടത്തിലാക്കുന്നവർ, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മേലുള്ള തകർച്ചകൾ, സാമ്പത്തികമായി ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ബന്ധനങ്ങൾ, അവരുടെ വൈകല്യങ്ങൾ, അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ, പ്രകൃതി വിരുദ്ധ സ്വഭാവങ്ങൾ, സഭയും കുടുംബവും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള പെരുമാറ്റങ്ങൾ, പ്രത്യേകിച്ച് ഈ ലോകത്തിൻ്റെ അരൂപിയാൽ നയിക്കപ്പെടുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നേ ദിനം കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വിടുതൽ നൽകിയ നാഥനും രക്ഷകനുമായ കർത്താവ് നിങ്ങളെ രക്ഷിക്കാൻ പോകുക. സാത്താനെയും അവൻ്റെ സകല ശക്തികളെയും ശത്രുക്കളെയും നിങ്ങളെ തകർക്കാനായി നിങ്ങളുടെ വീടിൻ്റെ, പറമ്പിൻ്റെ, ബിസിനസ്സിൻ്റെ, തൊഴിൽ മേഖലകളുടെ, നിങ്ങളുടെ സാഹചര്യങ്ങളുടെ, നിങ്ങളുടെ യാത്രകളുടെ വട്ടമിട്ട് പറക്കുന്ന സകല നാശകരമായ അരൂപികളെ ബന്ധിക്കാൻ, ബഹിഷ്കരിക്കാൻ, ശാസിക്കാൻ, ഉച്ചാടനം ചെയ്യാൻ ഈ പ്രാർത്ഥനയിലൂടെ യേശു ഒരിക്കൽ കൂടെ നമ്മുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. ഇത് വിമോചനത്തിൻ്റെ വചനമാണ്. ഇത് വിമോചനത്തിൻ്റെ അഭിഷേകമാണ്. ഇത് വിമോചനത്തിൻ്റെ പ്രാർത്ഥനയാണ്. ഇത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാണ്. എളിമയോടെ, വിശ്വാസത്തോടെ, തുറവിയോടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നും മറ്റുള്ളവരെ ഈ പ്രാർത്ഥന നൽകുകയും അവരെ ഇതിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുക. ഇന്ന് നമുക്ക് ഡെലിവറൻസ് കിട്ടാൻ, വിമോചനം കിട്ടാൻ കർത്താവ് നൽകിയിരിക്കുന്ന വചനം 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാമത്തെ തിരുവചനമാണ്. വചനം പറയുകയാണ്, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. പൗലോസ് അപ്പോസ്തലൻ തീഷ്ണമതിയായ കർത്താവിൻ്റെ പ്രത്യേകമായ വിളിയാൽ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലൻ, ആ കർത്താവിനെ വ്യക്തിപരമായി കണ്ടുമുട്ടിയ നിമിഷം മുതൽ പിന്നെ ഈ ലോകത്തുള്ള മറ്റെല്ലാം അദ്ദേഹത്തിന് ഉച്ഛിഷ്ടം പോലെയാണ്. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് അറിയുക, കർത്താവിനെ കുറിച്ച് പറയുക, കർത്താവിനെ കുറിച്ച് മാത്രം. അതുപോലൊരു വിളിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ. സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഔസേപ്പിൻ്റെയും വിശുദ്ധ മിഖേലിൻ്റെയും വിശുദ്ധ റഫേലിൻ്റെയും വിശുദ്ധ ഗബ്രിയേലിൻ്റെയും സകല വിശുദ്ധരുടെയും സകല കാവൽ മാലാഖമാരോട് ചേർന്നുകൊണ്ട് സാത്താനെയും അവൻ്റെ ശക്തികളെയും ബന്ധിക്കാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഒരുമ്പിടുകയാണ്. പൈശാചിക ശക്തികളെ, തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതത്തിനോ അവരുടെ മനസ്സിനോ അവരുടെ ശരീരത്തിനോ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ കടങ്ങളുണ്ടാക്കുകയോ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന നിന്റെ തുനിവ് ഇന്ന് അവസാനിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ലിയോ 14 പാപ്പ എനിക്ക് നൽകിയ ആശീർവാദത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ശക്തിയാൽ, എൻ്റെ മെത്രാൻ എനിക്ക് നൽകിയ അധികാരത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല ശക്തികൾ വിട്ടുമാറട്ടെ. പൈശാചിക ശക്തികളെ, തിന്മയുടെ അരൂപികളെ, കൂടോത്രങ്ങളെ, മന്ത്രവാദങ്ങളെ, നാരക ശക്തികളെ, അന്ധകാര സേനകളെ, നിങ്ങൾ ആര് തന്നെയായിരുന്നാലും ഈ നിമിഷം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ജീവിതങ്ങളിൽ നിന്നും സാമ്പത്തിക മേഖലകളിൽ നിന്നും ആത്മീയ മേഖലകളിൽ നിന്നും വിട്ടുമാറാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, ബന്ധിക്കുന്നു, ശാസിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. ഓ സാങ്വേ ദാക്വേ സ്കതുറീഷദൽ കോറദി ജസു come sorgente della misericordia per noi, confidiamo in te Gesù. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച 21-ാം തീയതി ഇവിടുത്തെ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഫാദർ വില്യം രാജന. കോഴിക്കോട് അതിപ്രശസ്തനായ ധ്യാനഗുരുവാണ്. വളരെ വലിയ വചനപ്രഘോഷകനാണ്, നല്ല പാട്ടുകാരനാണ്. 21-ാം തീയതി നടക്കുന്ന വൈകുന്നേരം 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് കുർബാന, തുടർന്ന് 6 മണി മുതൽ 8 മണി വരെയുള്ള വചനപ്രഘോഷണം. 8 മണിക്ക് വിശുദ്ധ അന്തോനീസിന്റെ തിരുശേഷിപ്പ് വണക്കം, നൊവേന, ആശീർവാദം. നേർച്ചക്കഞ്ഞ് നിങ്ങളെ തിരികെ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടുന്നതാണ്. എല്ലാവരും സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു.